ഹായ് എവരിവൺ, മാത്തമാറ്റിക്സ് തേർഡ് സെമസ്റ്റർ കാൽക്കുലസ് ഓഫ് സിംഗിൾ വേരിയബിൾ 2ന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോഗരിതമിക് ഫംഗ്ഷൻസ് വിത്ത് ബേസ് എ എന്നുള്ളതാണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ജനറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എ റേസ് ടു എക്സിനെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത്. അതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലോഗരിതമിക് ഫംഗ്ഷൻസ് വിത്ത് ബേസ് എ. If a is a positive real number with a not equal to 1, then the function f defined by f of x equal to a raised to x is 1 to 1 on minus infinity infinity and its range is 0 infinity. Therefore, it has an inverse on 0 infinity. This function is called the logarithmic function with the base a and is denoted by log to the base a. അതായത് എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. എ നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ റേസ് ടു എക്സ് എന്ന് പറയുന്ന ജനറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്താണെന്ന് കണ്ടു. ആ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് നമ്മൾ വരച്ചു. ആ ഒരു ഗ്രാഫ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 to 1 കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്നുള്ളതാണ്. 1 to 1 കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് അതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ എ റേസ് ടു എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്നുള്ള ഇന്റർവെല്ലാണ്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റി എന്നുള്ള ഇന്റർവെല്ലാണ്. നമുക്ക് 0 to ഇൻഫിനിറ്റിയിൽ ആ ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ 0 ഇൻഫിനിറ്റിയിലെ ആ ഒരു ഇൻവേഴ്സ് ഫംഗ്ഷനെയാണ് നമ്മൾ പറയുന്നത് ലോഗരിതമിക് ഫംഗ്ഷൻ വിത്ത് ബേസ് എ എന്നുള്ളത്. അപ്പോൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ആണ് ലോഗ് ടു ദ ബേസ് എ. നമ്മൾ വായിക്കുമ്പോൾ ലോഗ് ടു ദ ബേസ് എ എന്നുള്ളതാണ് ഈ ഒരു സിമ്പിൾ വായിക്കേണ്ടത്. LOG. മറ്റേത് നമ്മൾ നാച്ചുറൽ ലോഗരിതമിക് ഫംഗ്ഷൻ ആകുമ്പോൾ ln ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടല്ലേ ln എന്ന് പറയുന്നതായിരുന്നു സിമ്പിൾ യൂസ് ചെയ്തത്. ഓക്കെ, ഡെഫിനിഷൻ നോക്കാം. Logarithmic function with base a. The logarithmic function with base a denoted by log to the base a is the function satisfying the relationship y equal to log to the base a of x if and only if x equal to a raised to y. അതായത് x equal to a raised to y ആണെങ്കിൽ നമ്മൾ ആ y-നെയാണ് എക്സിന്റെ log to the base a എന്നുള്ളത് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ സിമ്പിൾ log to the base a of x എന്നുള്ളതാണ് ഇത് റീഡ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ബേസ് 10 ആണെങ്കിൽ ഇവിടെ log x എന്നുള്ള സിമ്പിൾ തന്നെയാണ് യൂസ് ചെയ്യുക. log x 10 എന്നുള്ള ആ ഒരു ബേസ് നമ്മൾ സ്പെസിഫൈ ചെയ്യാറില്ല. ln എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ബേസ് e എന്നുള്ളതാണ് വരുന്നത്. ഇവിടെ log എന്ന് മാത്രം എഴുതുകയാണെങ്കിൽ ബേസ് 10 എന്നുള്ളതാണ് വരിക. ഓക്കെ, observe that if a equal to e, then this definition reduces to the relationship between the natural logarithmic function ln and the natural exponential function exp. To find an expression for log to the base a of x in terms of ln of x, consider y equal to log to the base a of x or equivalently x equal to a raised to y. Taking the natural logarithm of both sides of the last equation yields x equal to a raised to y ൽ നമ്മൾ നാച്ചുറൽ ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ ln of x equal to ln of a raised to y എന്നുള്ളത് വരും. നമുക്കറിയാം ln of a raised to y എന്ന് പറയുന്നത് y into ln of a എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ln of x equal to y into ln of a എന്നുള്ളത് വരും. അപ്പോൾ നമുക്ക് y എന്ന് പറഞ്ഞിട്ട് എന്താണ് കിട്ടുന്നത്? ln of x by ln of a എന്നുള്ളതാണ്. അതായത് y എന്ന് പറഞ്ഞാൽ ഇവിടെ എടുത്തിരിക്കുന്നത് log to the base a of x എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ log to the base a of x എന്ന് പറയുന്നത് ln of x divided by ln of a എന്നുള്ളതാണ്. അത് അവിടെ നമ്മൾ a എന്നുള്ള ബേസിനെ e എന്ന് പറയുന്ന ബേസ് ആയിട്ട് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ചേഞ്ചിങ് ഫോർമുല എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് ബേസ് ഫോർമുല എന്ന് പറയുന്നത് log to the base a of x equal to ln of x divided by ln of a, where a greater than 0 and a not equal to 1. Okay. Next problem. Evaluate the expression accurate to 5 decimal places. Log to the base 4 of 7. Second one, log to the base 5 of 5. So, ജസ്റ്റ് നമ്മളത് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ln എന്നുള്ള ഫോമിലേക്ക് ബേസ് 4 നമ്മൾ കാൽക്കുലേറ്ററിൽ സാധാരണ ബേസ് 10 ആയിട്ടുള്ളതും അതേപോലെ ബേസ് ഇ ആയിട്ട് വരുന്ന ലോഗരിതമിക് ഫംഗ്ഷന്റെ വാല്യൂസ് മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. ബേസ് ഇയും
10 അല്ലാത്ത കേസിൽ വരികയാണെങ്കിൽ നമ്മൾ ആ ഒരു ഫംഗ്ഷന്റെ ബേസ് എന്ന് പറയുന്നത് ഇയിലേക്ക് ചേഞ്ച് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ലോഗ് ടു ദ ബേസ് 4 ഓഫ് 7 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നേരത്തെ പറഞ്ഞ റിസൾട്ട് യൂസ് ചെയ്തിട്ട് ln of 7 by ln of 4 എന്നുള്ളതാണ്. ln of 7ന്റെ വാല്യൂം ln of 4ന്റെ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.40368 എന്നുള്ളതാണ് വരുന്നത്. അതേപോലെ ലോഗ് ടു ദ ബേസ് 5 ഓഫ് 5 എന്ന് പറയുന്നത് ലോഗ് ln of 5 by ln of 5 എന്നുള്ളതാണ്. അപ്പോൾ വാല്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1.40595 എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ആ റിസൾട്ട് നമ്മൾ ലോഗ് ടു ദ ബേസ് എ ആണെങ്കിൽ അതിനെ നമ്മൾ നാച്ചുറൽ ലോഗരിതമിക്കിലെ ടേംസിലേക്ക് ചേഞ്ച് ചെയ്ത് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് പവർ റൂൾ. ദ പവർ റൂൾ ഫോർ ജനറൽ ഫോം, if n is a real number then d by dx of x raised to n equal to n into x raised to n minus 1. അപ്പോൾ നമ്മളിവിടെ പവർ റൂൾ എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യുന്നത് ജനറൽ ഫോം എന്ന് പറയുന്നത് എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് n നോട്ട് ഈക്വൽ ടു -1 ആണെങ്കിൽ ആ ഒരു എക്സ് റേസ് ടു n എന്ന് പറയുന്നതിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് n into x raised to n minus 1 എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ പ്രൂഫ് നമ്മൾ പറയുന്നത് ലോഗരിതമിക് ഫംഗ്ഷന്റെ ടേംസിലാണ്. ജസ്റ്റ് എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്നുള്ളത് കണ്ടുപിടിക്കാം. പ്രൂഫ്, let y equal to x raised to n and consider the equation modulus of y equal to modulus of x raised to n, that is equal to mod x raised to n, where x not equal to 0. Taking the natural logarithm on both sides of the equation, we obtain ln of mod y equal to n into ln of mod x. അതായത് mod x raised to n ന് ln അപ്ലൈ ചെയ്യുമ്പോൾ ln of mod x raised to n എന്ന് വരും. that is n into ln of mod x എന്നുള്ളത് വരും. which upon differentiation with respect to x yields y dash by y equal to ln of mod y ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 by y into dy by dx എന്നുള്ളതാണ്. that is y 1 by y into y dash അല്ലെങ്കിൽ y dash by y എന്നുള്ളത് വരും. അതേപോലെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ln of mod x ന്റെ ഡെറിവേറ്റീവ് 1 by x, n കോൺസ്റ്റന്റ് ആയതുകൊണ്ട് n into 1 by x എന്നുള്ളത് വരും. that is y dash by y equal to n by x എന്നുള്ളത് വരും. or y dash equal to n into y divided by x എന്നുള്ളത് വരും. that is equal to n into x raised to n. y എന്ന് പറയുന്നത് x raised to n ആണ്. അപ്പോൾ n into x raised to n divided by x എന്നുള്ളത് വരും. n into x raised to n minus 1 എന്നുള്ളത് വരും. ഓക്കെ, ഇവിടെ നമ്മൾ ജസ്റ്റ് ലോഗരിതമിക് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പവർ റൂള് nth പവറിന്റെ ഡെറിവേറ്റീവ് എന്താണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് f of x equal to x plus cos x raised to root 2. Using the general power rule and the chain rule, we have f dash of x equal to root 2 into x plus cos x raised to root 2 minus 1 into 1 minus sin x. ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ഒരു പവർ ആയിട്ടാണ് തന്നത്, എക്സ്പോണന്റിന്റെ ടേംസിലാണ്. അവിടെ ബേസ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനും പവർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് വരുന്നത്. ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ പവർ റൂൾ യൂസ് ചെയ്യാം. അതേപോലെ എക്സ് റേസ് ടു എന്ന് പറഞ്ഞ പവർ റൂൾ ആകുമ്പോൾ ഇവിടെ എക്സിന്റെ പ്ലേസിൽ ഒരു ഫംഗ്ഷൻ ആണ് വരുന്നത്. അപ്പോൾ അവിടെ ചെയിൻ റൂളും കൂടെ അപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് കോസ് എക്സ് റേസ് ടു റൂട്ട് 2 എന്ന് പറയുന്നതിന്റെ ഡെറിവേറ്റീവ്, അതായത് ജസ്റ്റ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്ന പോലെ എക്സ് മാത്രം റൂട്ട് 2 എന്നുള്ള എൻ പവർ വരുന്നത്. അപ്പോൾ റൂട്ട് 2 ഇൻറ്റു എക്സ് പ്ലസ് കോസ് എക്സ് റേസ് ടു റൂട്ട് 2 മൈനസ് 1 എന്നുള്ളത് ഡെറിവേറ്റീവ് വരും. ഇൻറ്റു ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാനുള്ളതുണ്ട്. ഇവിടെ ഒരു എക്സിന് പകരം എക്സ് പ്ലസ് കോസ് എക്സ് എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് കൂടെ എഴുതും. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് കോസ് എക്സ് എന്നുള്ളത് വരും. ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് 1 കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ് ഇൻറ്റു 1 മൈനസ് സൈൻ എക്സ് എന്നുള്ളത് വരും. that is f dash of x equal to root 2 into x plus cos x raised to root 2 minus 1 into 1 minus sin x. Okay, next, the derivatives of logarithmic functions with the base a. The rules for differentiating logarithmic functions with the base a follow immediately from the rules for
differentiating the natural logarithmic function and the chain rule. Theorem 4. Derivatives of the logarithmic function with base a. Let u be a differentiable function of x, then first one d by dx of log to the base a of mod x equal to 1 by x into ln of a, where x not equal to 0. D by dx of log to the base a of mod u equal to 1 by u into ln of a into du by dx, where u not equal to 0. ഇവിടെ log to the base a of mod x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ln of x ന്റെ ഡെറിവേറ്റീവ് ln of mod x ന്റെ ഡെറിവേറ്റീവ് നിന്ന് ചേഞ്ച് ആയിട്ട് ഒരു 1 by ln of a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ ln of u mod u ന്റെ ഡെറിവേറ്റീവ് എന്നുള്ളതിൽ നിന്ന് വ്യത്യാസമായിട്ട് വരുന്നത് ഒരു 1 by ln of a എന്ന് പറയുന്നത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ബേസ് എന്നുള്ളത് വരുന്നത് ഏതാണോ അതിന്റെ നാച്ചുറൽ ലോഗരിതമിക്കിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് അവിടെ മൾട്ടിപ്ലൈ ആയിട്ട് വരുന്നുണ്ട് രണ്ട് കേസ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് f of x equal to log to the base 3 of x and y equal to log to the base 2 of mod tan x. Solution, f dash of first one ൽ നമ്മൾ f of x എന്ന് പറയുന്നത് log to the base 3 of x എന്നുള്ളതാണ്. ഇവിടെ f dash of x equal to d by dx of log to the base 3 of x എന്നുള്ളത് വരും. That is 1 by x into log ln of 3 എന്നുള്ളത് വരും. 1 by ln of 3 നെ 1 by x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ജസ്റ്റ് നേരത്തെ ഫോർമുല അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് പ്രോബ്ലം, dy by dx എന്ന് പറയുമ്പോൾ d by dx of log to the base 2 of mod tan x എന്നുള്ളതാണ്. ഇവിടെ വരുമ്പോൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം, കാരണം log of u എന്നുള്ള ഫോമിൽ mod u എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ 1 by ln of 2 into tan x into d by dx of tan x എന്നുള്ളത് വരും. ദാറ്റ് ഈസ് 1 by ln of 2 into tan x into tan x ന്റെ ഡെറിവേറ്റീവ് 6 square x. അപ്പോൾ cos 6 by sin x എന്നുള്ളത് നമുക്ക് tan x എഴുതാം. സോറി, sin x by tan x, cos x എന്ന് പറയുന്നതാണ് tan x എന്ന് പറയുന്നത്. അപ്പോൾ 1 by tan x നമുക്ക് cos 6 by sin x എന്നുള്ളത് എഴുതാം. cos 6 by ln of 2 into sin x into 6 square x എന്ന് പറയുന്നത് 1 by cos square x എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ cos x ഉം cos square x ഉം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 by cos x എന്നുള്ളതായിരിക്കും വരുന്നത്. ഇവിടെ 1 by sin x into cos x into ln of 2 എന്നുള്ളതാണ്. sin x നെയും cos x നെയും നമ്മൾ ന്യൂമറേറ്ററിലേക്ക് എടുക്കുകയാണെങ്കിൽ അതിനെ sec x ഉം cos sec x എന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് ഈസ് 1 by sin x എന്ന് പറയുന്നത് cosec x ആണ്, 1 by cos x എന്ന് പറയുന്നത് sec x ആണ്. നമുക്കിവിടെ dy by dx എന്ന് പറയുന്നത് cosec x into sec x by ln of 2 എന്നുള്ളതാണ് വരിക. ഓക്കെ, next, logarithms with base 10 are called common logarithms and are written log rather than log 10, log to the base 10. നേരത്തെ ഞാൻ പറഞ്ഞു 10 എന്ന് പറയുന്നത് ബേസ് ആണെങ്കിൽ നമ്മൾ LOG എന്നുള്ളത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് കോമൺ ലോഗരിതം എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, നാച്ചുറൽ ലോഗരിതം എന്ന് പറയുമ്പോൾ ln എന്നുള്ള സിമ്പിളാണ്. കോമൺ ലോഗരിതം എന്ന് പറയുമ്പോൾ ബേസ് 10 ആയിട്ടുള്ളതിന് LOG എന്നുള്ള ലോഗ് എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്യും. അതല്ല ബേസ് അതർ ദാൻ e or 10 ആണെങ്കിൽ നമ്മൾ ലോഗ് ടു ദ ബേസ് a എന്നുള്ള സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം, find the derivative of f of x equal to x square into log of e raised to 2x plus 1. ഇവിടെ log of എന്ന് പറയുമ്പോൾ ഇവിടെ to the base 10 എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാണ്. x square into log of e raised to 2x plus 1 എന്നുള്ളതാണ് വരുന്നത്. ഇവിടെ x squareന്റെ ഇതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ പ്രോഡക്റ്റ് റൂൾ ആദ്യം അപ്ലൈ ചെയ്യാം. f dash of x equal to d by dx of x square into log e raised to 2x plus 1 എന്നുള്ളതാണ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്നുള്ളതാണ് പ്രോഡക്റ്റ് റൂൾ വരുന്നത്. അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ d by dx of x square into log e raised to 2x plus 1 plus
എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് ഇ റേസ് ടു 2x പ്ലസ് 1 എന്നുള്ളത് വരും. നമുക്കറിയാം എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ 2x ഇൻറ്റു ലോഗ് ഇ റേസ് ടു 2x പ്ലസ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ഇ റേസ് ടു 2x പ്ലസ് 1 എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് യു എന്നുള്ളതാണ്. ലോഗ് യു എന്ന് പറയുമ്പോൾ ഇവിടെ ലോഗിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 ബൈ ഇ റേസ് ടു 2x പ്ലസ് 1 ഇൻറ്റു ലോഗ് 10 ln ഓഫ് 10 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു 2x പ്ലസ് 1 എന്നുള്ളത് വരും. ഓക്കെ, പിന്നെ ഒരു എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 2x ഇൻറ്റു ലോഗ് ഇ റേസ് ടു 2x പ്ലസ് 1 പ്ലസ് 2x സ്ക്വയർ ഇ റേസ് ടു 2x ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു 2x പ്ലസ് 1 എന്ന് പറയുന്നത് ഇ റേസ് ടു 2x ഇൻറ്റു 2 എന്നുള്ളതാണ്. അപ്പോൾ 2x സ്ക്വയർ ഇ റേസ് ടു 2x എന്നുള്ള ന്യൂമറേറ്ററിൽ വരും. ഡിനോമിനേറ്ററിൽ ഇ റേസ് ടു 2x പ്ലസ് 1 ഇൻറ്റു ln ഓഫ് 10 എന്നുള്ളത് വരും. ഓക്കെ, നെക്സ്റ്റ് ദ ഡെഫിനിഷൻ ഓഫ് ദ നമ്പർ ഇ ആസ് എ ലിമിറ്റ്. അപ്പോൾ നമ്മളിനി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് ഈ ഒരു ഇ എന്ന് പറയുന്ന ട്രാൻസെൻഡന്റൽ നമ്പറിന്റെ പവേഴ്സ് എന്നുള്ളതാണ് ഡിഫൈൻ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഇ എന്ന് പറയുന്ന നമ്പറിനെ നമുക്കൊരു ലിമിറ്റിംഗ് പ്രോസസ്സിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു ലിമിറ്റിംഗ് പ്രോസസ്സ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. If we use the definition of the derivative as a limit to compute f dash of 1, where f of x equal to ln of x, we obtain f dash of 1 equal to limit h tends to 0, f of 1 plus h minus f of 1 divided by h. ജസ്റ്റ് നമ്മൾ എഫ് ഡാഷ് അറ്റ് 1 കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവിടെ ഫസ്റ്റ് പ്രിൻസിപ്പിളിലെ റൂള് 1 എന്ന് പറയുമ്പോൾ 1 പ്ലസ് എച്ച് മൈനസ് 1 എഫ് ഓഫ് 1 എന്നുള്ള ആ ഒരു ഡിഫറൻസ് ബൈ എച്ച് എന്നുള്ളതാണ് വരുന്നത്. ഇവിടെ എച്ച് 0 ആകുമ്പോഴുള്ള ലിമിറ്റ് ആണ് നമ്മുടെ എഫ് ഡാഷ് ഓഫ് 1 ആയിട്ട് വരിക. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ln ഓഫ് എക്സ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എഴുതാം ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ln ഓഫ് 1 പ്ലസ് എച്ച് മൈനസ് ln ഓഫ് 1 ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ ln ഓഫ് 1 0 ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ln of 1 plus h by h എന്നുള്ളത് വരും. ദാറ്റ് ഈസ് 1 by h ഇൻറ്റു ln of 1 plus h എന്നുള്ളതാണ്. അപ്പോൾ 1 by h ഇൻറ്റു ln of എന്ന് പറയുമ്പോൾ r ഇൻറ്റു ln of x എന്ന് പറയുന്നത് ln of x raised to r എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫോമിൽ എടുക്കുകയാണെങ്കിൽ ലിമിറ്റ് h ടെൻസ് ടു 0 ln of 1 plus h raised to 1 by h എന്നുള്ളത് വരും. ദാറ്റ് ഈസ് നമുക്കറിയാം ലോഗരിതമിക് ഫംഗ്ഷൻ എന്നുള്ള കണ്ടിന്യൂസ് ആണ്. ഫംഗ്ഷനും ലിമിറ്റ് എന്നുള്ളത് ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ln of limit h tends to 0 1 plus h raised to 1 by h എന്നുള്ളതാണ് വരും. ഓക്കെ, ഇവിടെ നമുക്ക് എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറയുന്നത് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് ln ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ln ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1 ബൈ എക്സ് എന്നുള്ളതാണ്. അറ്റ് എക്സ് ഈക്വൽ ടു 1 1 ബൈ 1 എന്ന് പറയുന്നത് 1 വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ് വരിക? ln ഓഫ് ലിമിറ്റ് h tends to 0 1 plus h raised to 1 by h equal to 1 എന്നുള്ളത് വരും. or ലിമിറ്റ് h tends to 0 1 plus h raised to 1 by h എന്ന് പറയുന്നത് e എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ബേസ് ln ഓഫ് എക്സ് ടു ദ ബേസ് e ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ln ഓഫ് e ഈക്വൽ ടു 1 ആണെങ്കിൽ ln ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ഇ ആയിരിക്കും. ln ഓഫ് ഇ എന്ന് പറയുന്നതാണ് 1 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ln എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 to 1 ഫംഗ്ഷൻ ആണ്. അപ്പോൾ ln ഓഫ് എക്സ് ഈക്വൽ ടു 1 ആവുന്ന ഒരു എക്സ് മാത്രമേ ഉള്ളൂ, അത് ഇ ആണ്. ഇവിടെ ln ഓഫ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 പ്ലസ് എച്ച് റേസ് ടു 1 ബൈ എച്ച് എന്നുള്ളത് 1 ആയതുകൊണ്ട് നമുക്ക് പറയാം ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 പ്ലസ് എച്ച് റേസ് ടു 1 ബൈ എച്ച് എന്ന് പറയുന്നത് ഇ ആണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് അതിന്റെ വാല്യൂസ് ഒന്ന് എഴുതി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ 3 എന്ന് പറയുന്നത്, അതായത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 പ്ലസ് എച്ച് റേസ് ടു 1 ബൈ എച്ച് എന്ന് പറയുന്നത് ഈക്വൽ ടു ഇ എന്ന് പറയുന്ന ഇക്വേഷന് table 1 gives the values of 1 plus h raised to 1 by h for small values of h to 6 decimal places e equal to 2.718282. If we let n equal to 1 by h, the equation 3 becomes then as n tends to infinity as h tends to 0 plus, and this gives the following equivalent definition of
അപ്പോൾ ഇവിടെ നമ്മൾ h എന്നുള്ളതിൽ ലിമിറ്റ് h ടെൻസ് ടു 0 1 പ്ലസ് എച്ച് റേസ് ടു 1 ബൈ എച്ച് എന്നുള്ളതിൽ n എന്നുള്ള വേരിയബിൾ ആയിട്ട് 1 ബൈ എച്ച് ചൂസ് ചെയ്യുകയാണെങ്കിൽ n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ h 0യിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു തേർഡ് ഇക്വേഷനിലെ ലിമിറ്റ് എന്ന് പറയുന്നത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1 ബൈ n റേസ് ടു n എന്ന് പറയുന്നത് e ആണെന്നുള്ളതാണ്. h-ന് 1 ബൈ n എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടേബിളർ വാല്യൂസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. h സ്മോൾ ആയിട്ട് വരുന്ന കേസിൽ 1 പ്ലസ് എച്ച് റേസ് ടു 1 ബൈ എച്ചിൻ്റെ വാല്യൂസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 0.1 ആകുമ്പം ഈ ഒരു വാല്യൂ ആണ്. 0.000 ആകുമ്പോൾ 2.27 എന്നുള്ളതാണ് വരുന്നത്. അതേപോലെ നെഗറ്റീവ് വാല്യൂസ് എടുക്കുമ്പോഴും അറൗണ്ട് 2.718220 എന്നുള്ളതാണ് -0.0001 വരുന്നത്. ആ ഒരു വാല്യൂസ് ആ ഒരു സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സീക്വൻസ് അപ്രോച്ച് ചെയ്യുന്നത് 2.718282 എന്നുള്ളതിൻ്റെ വാല്യൂയിലേക്കാണ്. അതായത് ഈ ഒരു സീക്വൻസിൻ്റെ 1 പ്ലസ് n റേസ് ടു n എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നതാണ് e എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത്. ട്രാൻസ്ഫോർമേഷൻ നമ്പർ e. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ എക്സസൈസ് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. താങ്ക് യു.